കസ്റ്റഡി മർദ്ദനം കുറ്റക്കാരായ പോലീസുകാർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം നടത്താൻ സുജിത്തിനൊപ്പം കോൺഗ്രസ് പാർട്ടി ഉറച്ചു നിൽക്കുമെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ. വി.എസ്. സുജിത്തിനെ ചൊവ്വന്നൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ ഒരു ശിക്ഷാ നടപടിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഉദ്യോഗസ്ഥരെ വകുപ്പിൽ നിന്നും പുറത്താക്കും വരെ നിയമ പോരാട്ടം നടത്താൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധരാണ്. സുജിത്തിന് നേരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈ ഇനി ഒരു നിരപരാധിയുടെയും ശരീരത്തിന് നേരെയും ഉയരാൻ പാടില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനായാലും ശരി. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ ജനം മുഴുവൻ പോലീസിന്റെ ക്രൂരതയ്ക്കെതിരായി പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ ഇരുട്ടുമുറികളിൽ നടക്കുന്ന ക്രൂരമായ അക്രമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും എം ഹസൻ പറഞ്ഞു. പോലീസിലൊരു സംബന്ധ വഴക്കിനെ കുറിച്ച് ഇടപെട്ട ഒരു പൊതുപ്രവർത്തകനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ ലോകം മുഴുവൻ പോലീസിൻ്റെ ക്രൂരതയ്ക്കെതിരായി പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോഴും മൗനത്തിൻ്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു DYFIക്കാരൻ ഇന്നലെ വെളിപ്പെടുത്തൽ വന്നു. DYFIക്കാരൻ്റെ അടൂരിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ച അയാൾ മരണപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ എത്ര അനുഭവങ്ങൾ സുജിത്തിൻ്റെ ഈ വിഷ്വൽസ് പുറത്തു വന്നതോടുകൂടി ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരുട്ടുമുറികൾ ഇടതു ഗവൺമെൻറ്റിൻ്റെ നയമല്ല എന്ന് ഭരണത്തിലെ രണ്ടാം കക്ഷി CPI പറയുന്നു. പക്ഷേ ഇരുട്ടുമുറികളിൽ നടക്കുന്ന ക്രൂരമായ അക്രമത്തിനെതിരെ ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിൽ അതിനെതിരായി ശബ്ദിക്കുന്ന എല്ലാവരും കോൺഗ്രസിനോടൊപ്പം പങ്കുചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുജിത്തിന് നീതി ലഭിക്കുന്നത് വരെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കും. തിങ്കളാഴ്ച വിവാഹിതനാകുന്ന സുജിത്തിനും സഹധർമ്മിണി തൃഷ്ണയ്ക്കും ഹസൻ വിവാഹ സമ്മാനം കൈമാറി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, DCC സെക്രട്ടറിമാരായ സിജോ കടവിൽ, CI ഇറ്റി മാത്യു, നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, വർഗീസ് ചൊവ്വന്നൂർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.